ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കങ്കുവ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ഇത് തന്നെയാണ് സിനിമ. അലറലോട് അലറല്, അലറലോട് അലറല്, അലറലോട് അലറല്. 300 കോടിയാണ് സിനിമയുടെ ബജറ്റ് എന്നാണ് കേട്ടത്. 300 കോടിയുടെ അപരാധം എന്ന് പറയാം. കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിരുന്നു പടം പേസും വെട്രി 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 എന്ന്. പടം പേസി എന്താ ചെയ്യുക? സൂര്യയുടെ ഭാഗത്തു നിന്ന് ഇതുപോലൊരു സംഭവം തീരെ പ്രതീക്ഷയില്ല. ശിവ പിന്നെ തീരെ എന്താ പറയുക, തീരെ പ്രതീക്ഷ ഇല്ലാത്തൊരു ഡയറക്ടർ ആയിരുന്നു. എന്നാലും സൂര്യയിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കങ്കുവ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. സിനിമയിൽ പറയുന്നത് പാസം ആണ്. പിന്നെ ആ കൺസെപ്റ്റൊക്കെ രസമുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ കൺസെപ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ എടുത്തു വെക്കാൻ, അതായത് നമ്മളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭയങ്കര ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഓവർ ആക്ടിൻ്റെ അയ്യർ കളിയായിരുന്നു. വരുന്നവരും പോകുന്നവരും ഒക്കെ അലറിവിളിയോട് അലറി, അലറലോട് അലറി, അലറലോട് അലറല്. ഇത് എന്തിനാണ് ഇങ്ങനെ എന്നുള്ളൊരു തുമ്പിടി കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ 2024 അതുപോലെ തന്നെ 1070 AD 1070 ഈ 2 കാലഘട്ടങ്ങളിലായിട്ടാണ് സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ പോകുന്നത്. 2 മണിക്കൂറിന് കൂടുതലുണ്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. 2 മണിക്കൂർ 34 മിനിറ്റ് ഉണ്ട് സിനിമയുടെ. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2024 കാണിക്കുന്നത്. അവിടുന്ന് നേരെ 1070 പോകും, പിന്നെ ഇങ്ങോട്ട് വരും, ലാസ്റ്റിലേക്ക് പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് വരും, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിലെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, കങ്കുവല്ല ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിൽ ഒന്നും ചെയ്യാല്ല. എന്തെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം ഒരു അഴിഞ്ഞാട്ടൊക്കെ പ്രതീക്ഷിച്ചു, അതായത് നല്ല കിടിലൻ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നുമില്ലായിരുന്നു. ഒരു ഫൈറ്റ് എന്താ പറയുക, എന്തൊക്കെയോ കാണിച്ചു വെച്ചു. നല്ലൊരു ഫൈറ്റ് സിനിമയില്ല, ഓർത്ത് വെക്കാനുള്ള നല്ലൊരു ഫൈറ്റ് സിനിമയില്ല. പിന്നെ ആ ലേഡീസിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു കാട്ടുന്നുള്ളൊരു സംഭവം, അത് നല്ല രസമുള്ളതായി തോന്നി. പിന്നെ സിനിമാറ്റോഗ്രാഫി ആ കാഴ്ചകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രസകരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നു ഇതിലെ പാട്ടുകളും പിന്നെ മ്യൂസിക്കും ആയിരുന്നു. അത് മറ്റേ ആ തലവേനേന്നുള്ള ആ ഒരു സംഭവമൊക്കെ വളരെ രസകരമായിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അപരാധം എന്ന് പറയുന്നതിന്, ഞാൻ സാധാരണ സിനിമകളെ കുറിച്ച് ഇങ്ങനെ പറയാറില്ല, എന്താണെന്നറിയില്ല, രാവിലെ തന്നെ ഉറക്കം പോയി എന്നുള്ള ഒരവസ്ഥയാണ്. ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു, പക്ഷെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നായികയായിട്ട് വന്ന് ദിശ പട്ടാണിക്ക് ഒന്നും ചെയ്യാനില്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഫസ്റ്റ് തന്നെ വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതൊന്നും തീരെ എന്താ പറയുക, സിനിമയെ ലോജിക്കൊന്നും നോക്കണ്ട, ലോജിക്ക് മാറ്റിച്ചാണ്. പക്ഷേ എന്നാലും ഈ ഒരു കാലഘട്ടത്തിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് കുറച്ചൊരു എന്തൊക്കെയോ കാണിച്ചു കൂട്ടി സത്യം പറയുകയാണെങ്കിൽ. പിന്നെ യോഗി ബാബു വന്നിട്ടുണ്ട് കോമഡിക്ക് വേണ്ടിയിട്ട്, വെറുതെ എന്തൊക്കെയോ ഒന്നും പറഞ്ഞില്ല, കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. ഒരു അച്ഛനും വളർത്തു മകനും തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ കരളലിയിപ്പിക്കുന്ന ഒരു നൊമ്പര കഥ, അങ്ങനെ പറയുക സിനിമയെക്കുറിച്ച്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. നന്ദിയുണ്ട് എൻ്റെ ശിവണ്ണ, നന്ദിയുണ്ട്. സൂര്യൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സംഭവം പ്രതീക്ഷയില്ല. പെർഫോമൻസ് എങ്കിലും നന്നാമെന്ന് വിചാരിച്ചു, പക്ഷെ പെർഫോമൻസ് ഒരു എന്താ പറയുക, സൂര്യയുടെ എല്ലാ സിനിമകളും എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ സിനിമ മോശമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്കിലും അടിപൊളിയാകുമായിരുന്നു, പക്ഷെ ആവാറുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടുന്നത് എന്നറിയില്ല. സിനിമ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.